ഏകമായ ഒരു ഇബാദത്താണ്. അവിടെ ഫസാദ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറൂസിനെ ക്യാൻസൽ ചെയ്യേണ്ടതില്ല. അവിടെ വരുന്ന ഫസാദിനെ ഇല്ലായ്മ ചെയ്യണം, ഉറൂസ് നിലനിർത്തണം. ഉറൂസ് അവിടെ നടക്കുന്ന സിയാറത്ത് ഖുർബത്തും മുസ്തഹബ്ബ, അത് സുന്നത്തായ ഒരു ഇബാദത്താണ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഉറൂസ് ഇവിടെ നടക്കുമ്പോഴാണ് 300 കൊല്ലം പഴക്കമുള്ള, 400 കൊല്ലം പഴക്കമുള്ള, അല്ല 500 കൊല്ലം പഴക്കമുള്ള അമീർ സാഹിബ് നേരത്തെ വിശദീകരിച്ചത് കണ്ടില്ലേ? ഇന്നവരെ ഇവിടെ യാതൊരു ചർച്ചയും ഇല്ല, ഇവിടുത്തെ പഴയ ആൾക്ക് ചർച്ചയില്ല. അപ്പോഴാണ് ഈ കഴിഞ്ഞ ഉറൂസ് സമാപിക്കാനാകുമ്പോ ഇവിടെ ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളച്ച തബരകൾ വന്നിട്ട് അതാ മൈക്ക കെട്ടി ഇവിടെ പ്രസംഗിക്കുകയാണ്. ആരോ ആരിക്കാടിൽ നിന്ന് കൊടുത്ത കടലാസ് നോക്കിയിട്ട് ഏതൊരു പാട്ട് പാടുന്ന മൗലവി ഷാർജയിൽ നിന്ന് വന്നിട്ട് ഉപ്പടയിൽ പാട്ട് പാടിയിട്ട് പോയതാണ്. കിതാബ് വായിക്കാൻ അവനക്കറിയില്ല, കിതാബ് വായിച്ചർത്ഥം വെക്കാൻ അറിയില്ല, പാട്ട് പാടാനേ മാത്രമേ അറിയുള്ളൂ. ഞാൻ ബംബ്രാണിൽ വെച്ച് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്, ഇവിടെയും വിളിക്കുന്നു. പാട്ടുപാടുന്ന സലഫി കിതാബും വെച്ച് ചർച്ചക്ക് തയ്യാറുണ്ടോ? പാടിപ്പോയത് കൊണ്ട് കാര്യമില്ല. ആരിക്കാടിലെ പിഴച്ചുപോയ ഏതോ വിദ്യാർത്ഥികാർ കൊടുത്ത കടലാസ് നോക്കിയിട്ട് ആരിക്കാടി കുമ്പോൾ മക്കാമിലുള്ളത് കയ്യാണ് കാലാണെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെന്നോ കടപ്പുറത്തുനിന്ന് കിട്ടിയതാണ്. എന്നാൽ ഇവിടുത്തെ പഴയ മനുഷ്യന്മാരെ ചരിത്രം എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ? അവര് മൈസൂരിൽ വന്ന മഹാനാൾ, എന്നിട്ട് ഉച്ചിലത്തും ഉദ്യാവരത്തും വന്നിട്ട് താമസമാക്കിയവരാണ്. അവിടെ നിന്നോ അസുഖം കാരണം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്നെ എവിടെ മരിച്ചു അവിടെ കബറടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ കബറടക്കിയതാണ്. അന്നിവിടെ ഉണ്ടായിരുന്ന ഖാദി, ആ ഖാദിക്ക് ഇയാളെ പരിചയമുണ്ടായിരുന്നു. മയ്യത്ത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു എന്ന് മാത്രല്ല, ഈ ഖാദി ഇവിടുത്തെ പഴയ പള്ളി ഉണ്ടാകുമ്പോ ഈ കടക്കുന്ന മനുഷ്യൻ ഇവിടെ വന്നിരുന്നു എന്നും ഇത് കടക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞതു. പിന്നീട് ഇവിടെ തന്നെ മരിച്ച് കടന്ന ചരിത്രമൊക്കെ ഇവിടുത്തെ ചരിത്രകാരന്മാര് പറയുന്നു, എഴുതി വെക്കുന്നു. പോരാ, പറയട്ടെ, ഇവിടെ നടക്കുന്ന ഉറൂസ് എത്ര കൊല്ലമായി. എന്നാൽ ആത്മീയ പണ്ഡിതന്മാർ, ആരിഫീങ്ങളാകുന്ന മഹാന്മാര്, പാണക്കാട് പൂക്കോയത്തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ആലുവ അബൂബക്കർ മുസ്ലിയാർ ഇവിടെ വന്നിട്ടുണ്ട്, ഫതുൽ പോയക്കത്തങ്ങൾ ഇവിടെ നേതൃത്വം നൽകിയിട്ടുണ്ട്, മഹാനായ റഈസുൽ മുഹഖഖീൻ കന്നിയത്ത് ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്, പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഇവിടെ വന്നിട്ടുണ്ട്, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് വന്നിട്ടുണ്ട്, കാഞ്ഞങ്ങാട് ഖാദി പി. എ. ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കൂറ്റനാട് ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്, കോട്ടുമല ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്, ഇ.കെ. ഹസൻ മുസ്ലിയാർ ഇവിടെ വന്നിട്ടുണ്ട്, താജുൽ ഉലമ ഉള്ളാളത്തങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് വലിയ സമുദ്രം പോലത്തെ പണ്ഡിതന്മാര് വന്നിട്ട് ഇവിടെ സിയാറത്ത് ചെയ്തിട്ട് ഒരഭിപ്രായം പോലും പറയാതെ അവരൊക്കെ മഹാന്മാരെ ആദരിച്ച് സിയാറത്ത് ചെയ്തു പോയപ്പോ ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളച്ച തബരകള്, പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ വന്നിട്ട് അവിടെ കിടക്കുന്ന തലയാണ് കാലാണെന്ന് പറഞ്ഞാല് കുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ട് നിങ്ങൾ ഇത്തരം ആചാരങ്ങള്, നിങ്ങൾ ഇത്തരം ആരോപണങ്ങള് അറബിക്കടലിലേക്ക് നിങ്ങൾ വലിച്ചെറിയുന്നു. ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ആര് പറഞ്ഞാലും അത്തരം ആരോപണങ്ങളിൽ പെട്ടുപോകാതെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ-റഹീമായ റബ്ബ്, ഞങ്ങളെ സരസ്സുനി കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ.